അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരോപകാരമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇന്നലെ നമ്മൾ മരണശേഷവും ഒരാളുടെ ഖബറിടത്തിലേക്ക് ഒഴുകിയെത്തുന്ന പ്രതിഫലാർഹമായ 2-3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചയാവുകയുണ്ടായി. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുക, അതേപോലെ തന്നെ പ്രകൃതിയുടെ വരദാനമായ പുഴയടക്കമുള്ള പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട മേഖലകളിൽ നമ്മുടെ കയ്യൊപ്പുണ്ടാവുക, അമൂല്യമായ വെള്ളം ഒരിക്കലും പാഴാകാത്ത രീതിയിൽ കുളം, കിണർ എന്നിവകളെ സംരക്ഷിക്കുക, അതേപോലെ തന്നെ മരം നട്ടുപിടിപ്പിക്കുക എന്നതും, ആത്മീയമായി ചിന്തിക്കുമ്പോൾ പള്ളികൾ പണിയുക, ആരാധനാലയങ്ങൾ പണിയുക, അതേപോലെ തന്നെ തൻ്റെ മരണശേഷം തങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യാനുള്ള വേദഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു വെക്കുക, അതേപോലെ തന്നെ തന്നെ ഓർക്കുന്ന മകനെ, നല്ലൊരു പരമ്പരയെ ലോകത്ത് വാർത്തെടുക്കുക. ഇതൊക്കെ പരോപകാരികളായി വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ചെയ്യുന്ന ഒരു മുസ്ലിമിന് അവൻ്റെ മരണാനന്തരവും ആ കൂലി അവൻ ആസ്വദിക്കാവുന്നതാണ്. ചൂടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, വന്ന വയോധികനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തൻ്റെ മുറ്റത്ത് ഒരു വൃക്ഷം നടുകയാണ്. ഒരു വൃക്ഷം നടുമ്പോൾ സ്വാഭാവികമായും നമുക്കവിടെ കൗതുകം തോന്നാം. അയാൾ നടുന്നതൊരു വിത്തോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തയ്യോ ആവാം. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അതുവഴി വന്ന വേറെ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ പ്രായത്തിലും നിങ്ങളൊരു വൃക്ഷത്തൈ നടുന്നത്? ഇതൊരിക്കലും നിങ്ങൾക്ക് ഉപകരിക്കില്ലെന്നറിയാം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കായ്ക്കുന്ന വൃക്ഷമാണെങ്കിൽ പോലും അതിനും സമയമില്ല അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്. എന്ന് വെച്ചാൽ അതിനു മുന്നേ മരണം വരാം, അത്രയും പ്രായാധിക്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം പരിഹാസ്യത്തോടു കൂടെയാണോ അല്ലാതെയാണോ എന്നറിയില്ല, ഇത് ചോദിച്ചയാളോട് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. യക്കൂനു ലി സവാബുഹാ വലിഗൈരി സമറതുഹാ. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യക്കൂനു ലി സവാബുഹാ, എനിക്ക് അത് ഞാനിവിടെ നട്ടുകൊണ്ട് മരണപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് ഖബറിലേക്കും കിട്ടിക്കൊണ്ടേയിരിക്കും, എൻ്റെ ആത്മീയ ലോകത്തും എനിക്ക് ആസ്വദിക്കാൻ കഴിയും. വലിഗൈരി സമറുഹ, മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലവും ആസ്വദിക്കാം. ഇതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യണത്തിൽ ജീവിച്ച് ജീവിതം പഠിച്ച ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം അതായിരുന്നു, ഞാൻ മരണപ്പെട്ടു പോയാലും മറ്റുള്ളവർക്ക് ഉപകാരമാവണം. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നീ ഒരു കൃഷിയുണ്ടാക്കി, ആ കൃഷിയിടത്തിൽ നിന്ന് ഏതെങ്കിലും പക്ഷികൾ, വേറെ ഏതെങ്കിലും മൃഗങ്ങൾ നീ നട്ട കൃഷിയിടത്തിൽ നിന്ന് വളർന്നു വരുന്ന ധാന്യങ്ങളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയാൽ അതിനും നിനക്ക് നാളെ അല്ലാഹു കൂലി തരും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറന്നവരെ, അങ്ങേ ജനങ്ങളൊക്കെ പറ്റിക്കുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ആരെങ്കിലും പറ്റിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറ്റാനും തയ്യാറാണ്. കാരണം അവർ ചെയ്യുന്നതാണ് തെറ്റ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എൻ്റെ ഭാഗം ക്ലിയറാണ്. ഇതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ നിലപാട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിതിൻ്റെ ഫലം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും
അതിൻ്റെ കൂലി നാളിൻ്റെ ഖബറിടത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഫലവും ആസ്വദിക്കാം. അതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കാരണവന്മാർ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ നട്ടുവെച്ചു പോയി. എന്നും നമ്മൾ കറിയിലേക്ക് അരക്കുന്ന തേങ്ങ പറിക്കുന്ന തെങ്ങ്, ആ തെങ്ങ് നട്ടതിൽ നിന്ന് അവർ കണ്ട കാഴ്ചയതാണ്. ഉച്ചസമയത്ത് നാം തണലിന് വേണ്ടി മാറി നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒരു കാലത്ത് നമ്മുടെ കാരണവന്മാർ നട്ടുപിടിപ്പിച്ചതാണ്. അത് നാം പ്രകൃതിയോട് ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം മരണാനന്തര സമയത്ത് നമുക്ക് പ്രതിഫലാർഹവുമായ കാര്യമാണ്. കാരണം ഇവിടത്തെ ചൂടല്ല, ആഖിറത്തിലെ ചൂടാണ് പരമപ്രധാനം. അതുകൊണ്ട് ഇവിടത്തെ ചൂടിനും പരിഹാരമാവും. ഒരു മരം നടുമ്പോൾ അത് പരലോകത്തെ ചൂടിനും പരിഹാരമാവും. പിന്നെ മുഅ്തദ് യുദ്ധം അതികഠിനമായ ചൂടിൻ്റെ സമയത്തായിരുന്നു നടന്നിരുന്നത്. കഠിനമായ ചൂടിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന ചില ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ പറഞ്ഞത് ഈ കടും ചൂടിൽ ഒരിക്കലും യുദ്ധത്തിന് പോകരുത് എന്നായിരുന്നു. നിർബന്ധിത സാഹചര്യത്തിൽ നടത്തപ്പെടുന്ന യുദ്ധങ്ങളാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ഫരിഹൽ മുഖല്ലഫൂന ബിമഖ്അദിഹിം ഖിലാഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞക്കെതിരിൽ, അവിടെ നിന്നുള്ള കൽപ്പനക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോവാതെ അവിടെ തങ്ങിയ ആളുകൾ അവർ വളരെ സന്തോഷിച്ചു പോയി. എന്താ കാരണം? കഠിനമായ ചൂട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതില്ലല്ലോ, ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. യുദ്ധത്തിന് പോയവരൊക്കെ കഠിനമായ ചൂടനുഭവിക്കേണ്ടി വരും. ഇതായിരുന്നു ആ സന്തോഷത്തിൻ്റെ കാരണം. നബി സല്ലല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നബി തങ്ങളുടെ ആജ്ഞക്കെതിരിൽ മുഅ്തദ് യുദ്ധത്തിന് പോവാതെ വീടുകളിൽ തങ്ങിയ ആളുകൾ അവർ വളരെ സന്തോഷത്തിലാണ്. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർ ശരീരത്തെ കൊണ്ടും സമ്പത്തിനെ കൊണ്ടും യുദ്ധം ചെയ്യാൻ അവർ പുറത്തുപോയി. എന്താ കാരണം? കഠിനമായ ചൂടാ കാരണം. വഖാലു, അവർ മറ്റുള്ളവരോട് പറഞ്ഞു, ലാ തൻഫിറു ഫിൽ ഹർ, നിങ്ങളൊരിക്കലും ഈ കടും ചൂടിൽ സൈന്യത്തെ നയിക്കരുത്, യുദ്ധത്തിന് വേണ്ടി പോവരുത്. ഖുൽ, അവരോട് അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ അങ്ങനെ വിചാരിക്കുന്ന ആളുകളോടങ്ങ് പറയണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിൻ്റെ ചൂടാണ് കേട്ടോ ഏറ്റവും കഠിനമായ ചൂട് നൽകുന്നത്. ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ചൂടല്ല, ഇനിയൊരു ചൂട് വരാനുണ്ട്. അതാണ് ഒരാൾ അനുഭവിക്കുന്നതിൽ നിന്ന് ഏറ്റവും വലിയ ചൂട്. എന്നിട്ട് പറഞ്ഞില്ല ഉക്കാനു യഫ്ഖഹൂൻ, പക്ഷെ അവർക്ക് ബുദ്ധി വേണം, അത് ചിന്തിക്കാൻ ചിന്താശേഷി വേണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറത്തിലെ ചൂടിനെ പ്രതിരോധിക്കാൻ അവിടുന്ന് കൽപ്പിച്ചതാണ്, നിന്റെ സഹജീവിക്ക് ദുനിയാവിലെ ചൂടിന് പരിഹാരം കാണാൻ നിന്നെക്കൊണ്ടാവണം. അപ്പോൾ ആഖിറത്തിലെ ചൂടിനും നിനക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധമായ ഉച്ചസമയം, സൂര്യൻ മധ്യത്തിലെത്തുന്ന സമയം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടൊരു ദുആ ഉണ്ട്. അതെന്താ? അല്ലാഹുമ്മ അക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറാഅത്തൻ മിനന്നാർ. ഹദീസിൻ്റെ നേർപ്പദമല്ലെങ്കിലും കടും ചൂടിൻ്റെ സമയത്ത് നരകാഗ്നിയെ തൊട്ട് കാവൽ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനെന്താ കാരണം? ദുനിയാവിൽ അടിച്ചു വീശുന്ന ചൂട് നരകചൂടിൻ്റെ ഒരംശമാണെന്നാണ് അവിടുന്ന് പ്രവാചകർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ ഹദീസിൻ്റെ സാരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുൻഗാമികളായ ആളുകൾ ളുഹറിന് ശേഷം ദുആ ചെയ്യേണ്ട ഒരു ദുആ, അല്ലാഹുമ്മ അക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറാഅത്തൻ മിനന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നരകമോചനം നൽകണം.
നട്ടുച്ച സമയത്ത് ളുഹുർ നിസ്കാരാനന്തരം ഒരു മുഅ്മിൻ ദുആ ചെയ്യുന്ന ദുആ ആണ്. അല്ലാഹുമ്മ അക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറാഅത്തൻ മിനന്നാർ വ അമാനം മിനൽ അദാബ്. ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. നട്ടുച്ച സമയം കടും ചൂട്, അതും നിൻ്റെ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണം. വ ഖലാസും മിനൽ ഹിസാബ്. വിചാരണയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം. വ ഖലാസും മിനൽ ഹിസാബ് വ ജവാസൻ അല സിറാത്ത്. സിറാത്തുൽ മുസ്തഖീമിലൂടെ അതിവേഗത്തിൽ വിട്ടുകിടക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം. വ ജവാസൻ അല സിറാത്ത് എന്ന് തുടങ്ങിയ ദുആ ഉച്ച സമയത്ത് പതിവാക്കിയ മഹാരഥന്മാർ അതിൻ്റെ പിന്നിൽ കണ്ട കാഴ്ച, ചൂടെന്നത് ഒരു അദാബിൻ്റെ ഭാഗമാണ്. ഒരു അദാബിൻ്റെ ഭാഗമാണ്. നരക ചൂടിൻ്റെ ഒരംശമാണ് ഭൂമിയിലേക്ക് അടിച്ചു വീഴ്ചുന്ന ചൂടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം നടുന്ന വൃക്ഷത്തൈകൾ, നാം ഉണ്ടാക്കുന്ന വെയിറ്റിംഗ് ഷെഡുകൾ, നാം കെട്ടുന്ന ടെൻറ്റുകൾ അത് മറ്റുള്ളവർക്ക് തണലേകുന്നുവെങ്കിൽ നാം അയാളെ നമ്മുടെ ആഖിറ ലോകത്ത് വരാനിരിക്കുന്ന കടും ചൂടിൻ്റെ ഒരു രക്ഷാ കവചമായിട്ടാണ് അതെല്ലാം നാം ചെയ്യുന്നതെന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, വലി സവാബുഹ, പിന്നെ എനിക്കതിൻ്റെ കൂലിയുണ്ട്, എൻ്റെ കാലശേഷം വരുന്നവർക്ക് അതിൻ്റെ ഫലവും ആസ്വദിക്കാം. അതാണ് ഞാൻ കാണുന്ന കാഴ്ച. ഇത് നമ്മൾ ഓരോരുത്തരും ഒരു പാഠമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ പാഠങ്ങളാണ്. പ്രകൃതിയെ നാം സംരക്ഷിക്കുക, പ്രകൃതിയെ നാം സംരക്ഷിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി നിസ്കാരത്തിന് വേണ്ടി അംഗസ്നാനം നടത്തുന്ന ഒരു വിശ്വാസി കൈകാലുകൾ കഴുകേണ്ടത് സുന്നത്തായിക്കൊണ്ട് 3 പ്രാവശ്യമാണ്. കൈകൾ കഴുകേണ്ടത്, കാലുകൾ കഴുകേണ്ടത്, മുഖം കഴുകേണ്ടത് 3 പ്രാവശ്യമാണ്. അമിതമായി വെള്ളത്തെ ദുർവ്യയം ചെയ്യുന്ന ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല മഴക്കാലം, വർഷക്കാലം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നൊരു നദി, ആ നദിയുടെ തീരത്ത് നിന്ന്, ആ നദിയിൽ നിന്നാണ് നീ അംഗസ്നാനം ചെയ്യുന്നതെങ്കിൽ പോലും, വുളൂ ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരിക്കലും വെള്ളം നീ പാഴാക്കരുത്. അത് അമൂല്യമാണ്. വെള്ളം നീ പാഴാക്കരുത്. കാരണം നിനക്കെന്നു മാത്രമല്ല, നിന്റെ വരാനിരിക്കുന്ന ഒരു ജനതയ്ക്ക് കൂടെ, അവരുടെ കൂടെ ജീവന് ഭീഷണിയാണ് നീ പ്രകൃതിയോട് ചെയ്യുന്ന വികൃതികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ അംഗങ്ങളെ ശുചീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് 3 പ്രാവശ്യമാണ് കഴുകേണ്ടത്. അതുമാത്രം മതി. അതിൽ കൂടുതൽ ദുർവിയോഗം ചെയ്യരുത് വെള്ളം. ഓരോ വിശ്വാസിയും ഇന്ന് കൂടുതൽ പള്ളികളിലും പഴയകാലത്ത് ഹൗൽ എന്ന സംവിധാനം, വെള്ള ടാങ്ക് എന്ന സംവിധാനം ഉണ്ടായിരുന്നു. കൊറോണ വന്നതോടുകൂടെ ഒരുപാട് പള്ളികളിൽ നിന്ന് അതെടുത്തുപോയി. പുതിയ കാലത്ത് നിർമ്മിക്കപ്പെടുന്ന പള്ളികളിൽ ആ ഒരു ചിത്രം നമ്മൾ കാണുന്നുമില്ല. വെള്ള സംഭരണികളായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വെള്ള ടാങ്കുകളായ ഹൗലുകളൊക്കെ. 2 കൊല്ലത്ത് വെള്ളമുള്ള 200ഓളം ലിറ്റർ വെള്ളം ശേഖരിക്കുന്ന ആ വെള്ള തടാകങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പകരം മുകളിലെ ടാങ്കിൽ നിന്ന് ഡയറക്റ്റായി താഴേക്കെത്തുന്ന ടാപ്പുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളം, അത് എത്രമാത്രം ശക്തിയിലാണോ തുറക്കാൻ കഴിയുക, അത്രയും ശക്തിയിൽ ആ വെള്ളത്തെ നമ്മൾ തുറന്നിടുന്നു, നമ്മൾ പാഴാക്കി കളയുന്നു. ഒരിക്കലും കളയാൻ പാടില്ല. അതുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ ഹൗലുകൾ നിർമ്മിക്കാനുള്ള കാരണം. വെള്ള സംഭരണികളാണ്, പാഴാക്കാൻ പാടില്ല. ഒരു വിശ്വാസിയുടെയും കരങ്ങളിൽ നിന്ന് മാരാരോഗങ്ങൾ വെള്ളം വഴി പകരും, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാതെ പകരും എന്നൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല.
പ്രകൃതിയോട് നാം ചെയ്യുന്ന ക്രൂരതയുടെ ഭാഗങ്ങളാണ്. ഉപയോഗിക്കാൻ വെള്ളമില്ലാതെയായി പോകുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം അമൂല്യമായി സ്വത്തായി കാണുക. അതുകൊണ്ട് ഈ ലോകത്തെ ചൂടിനും പരലോകത്തെ ചൂടിനും അവിടുന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചതുപോലെ ഒരു രക്ഷാ കവചമായി നമ്മളതിനെ കാണണം. അതാണ് ഈ വിശുദ്ധമായ റമദാനിൽ നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ പാഠം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.